ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ഫലം ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യാറ്, അല്ലേ? ഒരു ഹെൽപ്പ് ഒരാൾക്ക് ചെയ്തിട്ട് അവർ നമുക്കൊരു താങ്ക് യു പറയാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നും, ഞാനിത് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ട് അവരൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, അല്ലേ എന്ന് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ ഫലങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക. എങ്ങനെയാണ് ഈ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക? അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനല്ല കേട്ടോ, ഇത് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നത് ഭഗവാനാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഇനി മുതൽ ഓം തത് സത് എന്ന് പറയുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ ഒരാൾക്ക് ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ദാനം ചെയ്യുമ്പോൾ ഓം തത് സത് എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും നമ്മൾ ഓരോ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ പറയുക മനസ്സിൽ ഓം തത് സത്. ഇനി എന്താണ് ഈ ഓം തത് സത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓം നമുക്ക് എല്ലാവർക്കും അറിയാം. ഓം എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളും കൂടി ഒത്തുചേർന്ന ഒരു ശബ്ദമാണ് ഓംകാരം, ഓം എന്ന് പറയുന്നത്. ഓം തത് തത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും നിലനിൽക്കുന്നതാണ് ബ്രഹ്മം, എന്നും നിലനിൽക്കുന്നത്. തത് എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്, അതാണ് ബ്രഹ്മം. ഇനി സത് എന്താണ് സത്? സത്ത് എന്ന് പറഞ്ഞാൽ നല്ല കാര്യം അല്ലെങ്കിൽ നല്ലത് ചെയ്യുക, നല്ല പ്രവൃത്തി, നല്ലത് എന്നുള്ളതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ സത്ത് എന്നതിന് ഭഗവത്ഗീതയിൽ പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഓം തത് സത് എന്ന് പറയുമ്പോൾ സത്ത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യം, നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഓം തത് സത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നല്ല കാര്യം ബ്രഹ്മത്തിന് വേണ്ടി ചെയ്യുന്നു, അതായത് പ്രപഞ്ചത്തിന് വേണ്ടി നമ്മളിത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടോ നമ്മളിത് ആർക്കാണോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മളിത് ചെയ്യുന്നത്, നമ്മൾ പിന്നെ ചെയ്യുന്നത് ബ്രഹ്മത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫലം നമ്മൾക്കില്ല, നമ്മളിൽ നിന്ന് വാങ്ങുന്ന ആൾക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ ഒരു സഹായം ചെയ്തത് അവർക്കില്ല ഇതിൻ്റെ ഫലം. ഈ ഫലം എല്ലാം ആർക്കാണ്? ബ്രഹ്മത്തിനാണ്. അതായത് യൂണിവേഴ്സ് എന്ന് പറയില്ലേ നമ്മൾ, പ്രപഞ്ചം, അതായത് നമ്മുടെ ഈ ബ്രഹ്മത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നു എന്നതുകൊണ്ടാണ് ഓം തത് സത് എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നിങ്ങൾ മനസ്സിൽ പറയുക ഓം തത് സത്. ഞാനിത് ചെയ്യുന്ന നല്ല കാര്യം ബ്രഹ്മത്തിന് വേണ്ടിയാകുന്നു, പ്രപഞ്ചത്തിന് വേണ്ടിയാകുന്നു എന്നുള്ള സങ്കല്പത്തോടു കൂടി എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗങ്ങൾ ഒക്കെ ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തിയാൽ പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകൾ എത്താൻ തുടങ്ങും. നമ്മുടെ മനസ്സ് വളരെയധികം സമാധാനവും സന്തോഷവും കണ്ടെത്താനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ജീവിതം നല്ല രീതിയിലേക്ക് അല്ലെങ്കിൽ നന്മകളിലേക്ക് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, എന്ത് നല്ല കാര്യം നിങ്ങൾ ചെയ്താലും ഇനി മുതൽ മനസ്സിൽ ഓം തത് സത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് ചെയ്യുക. ഇത് പറയുന്നത് വഴി നമ്മളോട് തന്നെ നമ്മൾ പറയുന്നതാണ്, ഓക്കെ ഇത് എനിക്കുള്ളതല്ല, ഇത് ബ്രഹ്മത്തിനുള്ളത്, ഇതിൻ്റെ ഫലം എനിക്കുള്ളതല്ല, ഇത് ബ്രഹ്മത്തിനുള്ളത്, ഇത് പ്രപഞ്ചത്തിനുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും നമ്മുടെ മനസ്സ് നമ്മൾ ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ആഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹിക്കാതിരിക്കുന്ന കാലത്തോളം നമ്മൾക്ക് വിഷമങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ വന്നല്ലോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഒരു ഫലം ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് അതുകൊണ്ട് നമുക്ക് നിരാശ തോന്നുക, വിഷമങ്ങൾ തോന്നുക, അല്ലെങ്കിൽ നമ്മളിത് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്നത് നമ്മളത് നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ തോന്നൽ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി മുതൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും
ഓം തത് സത് എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ എൻ്റെ പേര് രമ്യ, ഞാൻ സർട്ടിഫൈഡ് ടാരോ റീഡർ ആൻഡ് ഏഞ്ചൽ സിമ്പൽ ഹീലറാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം മറ്റുള്ള ഇതുപോലുള്ള ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന നന്മകളിലേക്ക് നമ്മൾ നയിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.